രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പെണ്ണൊരുമ്പെട്ട ബ്രഹ്മനും തടയാനാവില്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഓള് തൽക്കാലം കർട്ടന്റെ പിന്നിൽ നിന്നാ മതി. ഈ വിഷയം പ്രേമിച്ച് ഡീൽ ചെയ്തോളാം. നീ ഇങ്ങനെ കിടന്ന് ചാടേണ്ട പ്രേമേ. സുധിയുടെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് ന്യായം. ദേവിയുടെ സ്ഥാനത്തും. എന്ത് ന്യായമാടാ? എന്ത് ന്യായമാന്ന്? ന്യായം അവിടെ തന്നെ പ്രേമേ. മനോഹരൻ എന്ന പാവ മനുഷ്യനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം ചന്ദ്രയുടെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അച്ഛാ, ഇത് ഇവന്റെ നല്ല ഭാവിക്ക് വേണ്ടിട്ടല്ലേ? എന്ത് നല്ല ഭാവി? ആ പാവ മനുഷ്യന്റെ ദാനവാ എന്റെ ജീവിതം. ഓ, അവൻ തുടങ്ങി ശോകഗാനം. നിനക്ക് തമാശയാണടി. നിനക്ക് ദാനം ചെയ്യാൻ കഴിയുമോ? നിന്റെ കണ്ണോ കരളിന്റെ പാതിയോ എന്തെങ്കിലും? ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും കാര്യം ഞാൻ പറയാത്തതേ അത് രണ്ടും നിനക്കില്ലാത്തോണ്ടാ. സിദ്ധുവിന്റെ പേര് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ വളം വെച്ച് തരത്തില്ല. അയ്യോ അച്ഛാ, കുറച്ച് സൗണ്ട് കുറയ്ക്ക്, ചന്ദ്ര അകത്തുണ്ട്. അതിന് ചെവിന്ന് മറ്റേ കുന്തം മാറ്റിട്ട് പോണ്ടേ? ഐഫോൺ ഇയർഫോൺ. അത് തന്നെ. എന്തായാലും ദേവിക DSP അടിച്ചൊതുക്കി കോൺസ്റ്റബിൾ ആക്കിയല്ലോ, അത് നന്നായി. അതിനെ അവൾ അനുഭവിക്കും. ഒന്നുമില്ല, ഒരു പരിധി കഴിഞ്ഞാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ചേച്ചിക്ക് അറിയാലോ, പിന്നെ ഭ്രാന്തന്മാർ എന്ത് ചെയ്താലും കേസില്ല. ദേവികെ തൊട്ടാ നടേശന്റെ പഴയ കാക്ക് ഊരി ഞാൻ ഊറക്കിടും. ചന്ദ്രമോളോട് ചെന്ന് പറഞ്ഞേക്ക്.